ശബരിമല സ്വർണ്ണക്കൊള്ള. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലപ്പിള്ളി താലൂക്ക് ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. സമരം കെ.പി.സി.സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പി.ജി. ജയദീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ. അജിത് കുമാർ, കെ. ഗോപാലകൃഷ്ണൻ, ജിജോ കുര്യൻ, പി.ജെ. രാജു, എൻ.ആർ. സതീശൻ, എൻ.എസ്. വർഗീസ്, എസ്.എ. ആസാദ്, ജിമ്മി ചൂണ്ടൽ, പി.എൻ. വൈശാഖ്, ബുഷറ റഷീദ്, ടി.എൻ. കൃഷ്ണൻ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അംഗമായിരുന്നു വിജയകുമാർ. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം ബോർഡുകളിലെ അംഗമായിരുന്നവർ 2019 പിണറായി വിജയൻ മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയുമായിരിക്കുന്ന ബോർഡുകളിൽ ആ ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് ദ്വാരപാലക ശില്പവും സ്വർണ്ണപ്പാളികളും കട്ടിലപ്പാളികളുമൊക്കെ സ്വർണം പൂശാനും സ്വർണം പൊതിയുന്നതിനും വേണ്ടി ഏൽപ്പിച്ചത് എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുകയാണ്. ഒരു ചർച്ചയ്ക്കും അടിസ്ഥാനമില്ല. കോൺഗ്രസിന്റെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ശേഷം വന്ന പിണറായി വിജയന്റെ 2016 ശേഷം വന്ന ഗവൺമെന്റിന് കീഴിൽ അന്നത്തെ ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിന്റെ ശങ്കരദാസ് ഇവിടെ അദ്ദേഹം ഇന്ന് ജയിലിൽ പോകാതിരിക്കാൻ ശാരീരിക അസ്വസ്ഥത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മകൻ പോലീസിലെ ഉന്നതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ പോകാതെ സുഖവാസം അനുഷ്ഠിക്കുകയാണ് ആശുപത്രിയിൽ.